ഇന്ന് പാർലമെന്റ് 11 മണിക്ക് ചേർന്ന് സെക്കൻഡുകൾക്കകം തന്നെ പാർലമെന്റ് ലോക്സഭ നിർത്തിവെക്കുകയാണ്. 2 മണിക്കാണ് ഇനി വീണ്ടും സഭ ചേരുക. രാജ്യസഭയിൽ അമിത്ഷായ്ക്കെതിരെ പ്രതിപക്ഷം പ്രതിഷേധം ഉയർത്തി. സഭ തുടർച്ചയായി തടസ്സപ്പെടുന്നുവെന്ന് മന്ത്രി ജെ.പി. നഡ്ഡ പറഞ്ഞു. ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടും പ്രതിപക്ഷം കേൾക്കുന്നില്ല എന്നാണ് നഡ്ഡ കുറ്റപ്പെടുത്തിയത്. तथा श्री मोहम्मद बासिल ने रजत पद जीता है। श्री मुरली शंकर ने रजत पद जीतकर भारत का गौरव बढ़ाया है। मैं सदन की ओर से देश का मान बढ़ाने वाले सभी खिलाड़ियों, उनके कोच एवं टीम इंडिया को हार्दिक बधाई, शुभकामनाएं देता हूं। कि विपक्ष की भूमिका नकारात्मक है। जब से सत्र शुरू हुआ है तब से यह सिवाय इसके कि हाउस को डिसरप्ट किया जाए, हाउस को बाधित किया जाए और हाउस न चलने दिया जाए, इसी में उनका सारा ध्यान है। आदरणीय मोदी जी के नेतृत्व में चलने वाली सरकार हर मुद्दे पर चर्चा करने के लिए तैयार है और यह इसी सत्र की बात नहीं है। जितने भी पीछे सत्र हुए हैं सभी में सरकार ने हमेशा हर मुद्दे पर चर्चा करने के लिए तैयार रही है और जब जब जिस विषय पर चर्चा हुई है उस पर विपक्ष ने मुंह की खाई है, उसको मुंह तोड़ जवाब मिला है, क्योंकि उनके पास कोई मुद्दा नहीं है, वो मुद्दा विहीन है, दे आर इशूलेस। വസന്ത്, ലോക്സഭ സെക്കൻഡുകൾക്കകം ആദ്യം കോമൺവെൽത്ത് ഗെയിംസിലെ വിജയികൾക്ക് ആശംസ അറിയിച്ചതിന് ശേഷം സെക്കൻഡുകൾക്കകം നിർത്തേണ്ടി വന്നു. രാജ്യസഭയിൽ ജെ.പി. നഡ്ഡയുടെ വാക്കുകൾ കേട്ടു. രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നുണ്ടോ? എന്താണ്? രാജ്യസഭയിൽ ഇപ്പോൾ ചോദ്യോത്തരവേള നടക്കുന്നു. പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഇനി 2 മണിക്ക് ബില്ല് അവതരണം, അതിന്മേലുള്ള ചർച്ച ആരംഭിക്കുമെന്നാണ് അറിയുന്നത്. മന്ത്രി ജിതേന്ദ്ര സിംഗ് സഭയിലുണ്ടായിരുന്നു. ജെ.പി. നഡ്ഡ പ്രതിപക്ഷ ബഹളത്തെ വിമർശിച്ചാണ് സംസാരിച്ചത്. ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞിട്ടും തുടർച്ചയായിട്ട് സഭ തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നാണ് നഡ്ഡ പറയുന്നത്. ബില്ല് അവതരിപ്പിക്കാൻ മന്ത്രി സഭയിലെത്തിയിട്ടുണ്ട്. ഈ ബില്ല് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമായ ഒരു ബില്ലിന്മേലുള്ള ചർച്ച പ്രതിപക്ഷം ഇങ്ങനെ തടസ്സപ്പെടുത്തരുത് എന്നാണ് ജെ.പി. നഡ്ഡ പറഞ്ഞത്. അതേസമയം ലോക്സഭ ചേർന്ന ഉടൻ തന്നെ പിരിയുകയായിരുന്നു. രാഹുൽ ഗാന്ധിയെ പ്രസംഗിക്കാൻ അനുവദിക്കാത്തതും അമിത്ഷായുടെ രാജിയും മറ്റും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ബഹളത്തിലാണ് സഭ തടസ്സപ്പെട്ടത്. അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ മഗർദ്വാറിൽ രാമക്ഷേത്ര സംഭാവന കൊള്ളയും അതോടൊപ്പം തന്നെ ഈ അമിത്ഷായുടെ പെല്ലറ്റ് ഗൺ പ്രയോഗത്തിലായ ഉത്തരവിട്ടു എന്നുള്ള വിഷയത്തിലും ലോക്സഭാ അംഗങ്ങളും രാജ്യസഭാ അംഗങ്ങളും മഗർദ്വാറിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തുകയും ചെയ്തു. പ്രതീകാത്മകമായി ഒരു ഹുണ്ടിക അല്ലെങ്കിൽ കാണിക്കപ്പെട്ടി മഗർദ്വാറിന് മുന്നിൽ വെക്കുകയും എല്ലാ പ്രതിപക്ഷ അംഗങ്ങളും അതിൽ പൈസ കൊണ്ട് ഇടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് സംഭാവനകളെല്ലാം കൊള്ളയടിക്കുന്നു എന്നുള്ള തരത്തിൽ